ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും 2020 2019 നമ്മൾ ചെയ്തു. ആ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ SSLC എക്സാമിനേഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് ചോദ്യം, write the sixth term of the arithmetic sequence 1, 25, 49, 73, 97. 1, 25, 49, 73, 97 എന്ന സമാന്തര ശ്രേണിയുടെ ആറാം പദം എഴുതുക. How many perfect square terms are there in the arithmetic sequence 97, 73, 49, etc. 97, 73, 49 എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണവർഗ പദങ്ങൾ ഉണ്ടായിരിക്കും? അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള 1, 25, 49, 73, 97 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ ആറാം പദം എഴുതാം. ആദ്യം ഇതിൽ എത്ര പദങ്ങളുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ 1, 2, 3, 4, 5. ഇനി ആറാം പദം കാണാൻ അതിലേക്കൊരു പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പൊതുവ്യത്യാസം കാണാം. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ പൊതുവ്യത്യാസം കിട്ടും. 25 മൈനസ് 1 24 എന്ന് കിട്ടും. ഈ 97 അഞ്ചാമത്തെ പദം, അതിലേക്ക് പൊതുവ്യത്യാസം കൂട്ടിയാൽ ആറാം പദം കിട്ടും. 97ക്ക് 24 കൂട്ടണം. 7ഉം 4ഉം 11ക്ക് 1 ശിഷ്ടം 1 വരും. 9ഉം 2ഉം 11, 11 1ഉം 12. അപ്പോൾ ആറാം പദം 121. ഇനി എത്ര പെർഫെക്റ്റ് സ്ക്വയറുകൾ? 97, 73, 49. നോക്കിയാൽ ഈ ശ്രേണിയെ തിരിച്ചിട്ടതല്ലേ അത്? നോക്കിയാൽ 97, 73, 49, 25, 1. ഇനി നെഗറ്റീവ് നമ്പർ ആയിരിക്കും. പെർഫെക്റ്റ് സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പൂർണ്ണവർഗ്ഗങ്ങൾ ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് നമ്പറുകളാവില്ല. ഈ നമ്പറുകളിൽ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നോക്കിയാൽ മതി. 97 ആണോ? 97 എന്തിൻ്റെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. 73 അല്ല. 49 കിട്ടും. അത് 7ൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 25 5ൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 1 1ൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം എത്ര പൂർണ്ണവർഗ്ഗങ്ങളുണ്ട്? 3 എണ്ണം. 3 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്, അഥവാ 3 പൂർണ്ണവർഗ്ഗങ്ങൾ. 2020 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ദെൻ 6th ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് അൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് 3n + 5. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n + 5 ആണ്. ശ്രേണിയുടെ ആദ്യ പദം, പൊതുവ്യത്യാസം ഇവ എഴുതുക. ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 5. റൈറ്റ് ദ അൾജിബ്രായിക് ഫോം. ആദ്യ പദം 8ഉം പൊതുവ്യത്യാസം 5ഉമായ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അപ്പൊ ആദ്യം 3n + 5 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം നോക്കാം. n-ന് 1 ഇട്ട് കൊടുത്താൽ മതി. 3 × 1 3. അതിലേക്ക് 5 കൂട്ടിയാൽ 8. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ n-ന്റെ കൂടെയുള്ള നമ്പറാണ് പൊതുവ്യത്യാസം, അത് 3. ഓക്കെ. ഇനി അൽജിബ്ര കാണാൻ an + b എന്നാണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, അത് 5 ആണ്. അപ്പോൾ 5n എന്ന് വരും. ഇതെങ്ങനെ കിട്ടിയെന്നാണ് പറയുന്നത് കേട്ടോ. 5n എന്ന് വരും. ഇനി ഫസ്റ്റ് ടേം എത്രയാണ്? 8 ആണ്. അപ്പൊ n-ന് 1 കൊടുക്കുമ്പോൾ 8 കിട്ടണം. 5 × n-ന് 1 കൊടുക്കുമ്പോൾ 5 × 1 എത്രയാണ്? 5 ആണ്. ആ 5 8 ആവണമെങ്കിൽ ഒരു 3ഉം കൂടെ കൂട്ടണ്ടേ. അപ്പോൾ 5n + 3 എന്ന് കിട്ടും. ഓക്കെ. an + b വെച്ചിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളുകളിൽ ഈ ഇക്വേഷനും പഠിച്ചിട്ടുണ്ടാവും. dn + f - d, അതും ഇത് തന്നെയാണ്. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, അത് 5. അപ്പം 5n + f - d എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാ? 8. d എത്രയാ? 5. 8 ന്ന് 5 പോയാൽ 3. കണ്ടോ? ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത്? പൊതുവ്യത്യാസം കൊടുത്തു. അപ്പോൾ 5n എന്ന് കിട്ടും. n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടണം.
ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 1 1 ആണ്, 5 ആണ്, അതിലേക്ക് 3 ആഡ് ചെയ്യുമ്പോൾ 8 ആവും. ഈ എ എൻ പ്ലസ് ബി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ടേം തന്നു കഴിഞ്ഞാലും നമുക്ക് അൽജിബ്ര എഴുതാൻ പറ്റും. പക്ഷേ ഈ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ എഫ് വേണം, അത് നിർബന്ധമാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ 10ാമത്തെ പദമാണ് തന്നിക്കണമെന്നുണ്ടെങ്കിൽ എന്നിന് 10 കൊടുത്ത ആ നമ്പർ കിട്ടണം എന്നുള്ള കൺസെപ്റ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് 7ാമത്തെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. അതായത് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1 3 5 7 1 3 5 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എഴുതുക. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1 3 5 7 1 3 5 എന്ന സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക എന്ത്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1/n 3/n 5/n 7/n 1/n 3/n 5/n 7/n എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്താണ്? The first 2020 terms of the arithmetic sequence 1/2020 3/2020 5/2020 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 2020 പദങ്ങളുടെ തുക എന്താണ്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അതായത് സം ഓഫ് ഫസ്റ്റ് ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്, ഫസ്റ്റ് 5 ടേംസ് 1 3 5 7 ഇത് ഒറ്റ സംഖ്യ അല്ലേ? എന്താ ഒറ്റ സംഖ്യയുടെ സമ്മ്? n². എത്ര ടേമാ? 5 ടേം. അപ്പോൾ 5² 25. ഓക്കെ, ഇനി n ടേംസിന്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1 3 5 7 ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയുടെ n ടേംസിന്റെ സം എന്താണ്? n² ആണ്. ഓക്കെ, ഇനി 1/n 3/n 5/n 7/n ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. n/n വരെ, n ടേംസ് ആണ്, അപ്പോൾ n/n വരെ. ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ ആക്കി എടുക്കും, ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യും. 1 + 3 + 5 + 7 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളുടെ സമ്മാണ്. എത്ര ടേമാ? n ടേംസ് ആണ്, അപ്പോൾ ഒറ്റ സംഖ്യകളുടെ സം എന്താണ്? n². അപ്പോൾ n²/n എന്ന് വരും. n² എന്ന് പറഞ്ഞാൽ 2n ആണ്, അപ്പോൾ അതിൽ നിന്ന് ഒരു n-ഉം താഴ്ന്ന ഒരു n-ഉം ക്യാൻസൽ ആയി പോകും, ബാക്കി n എന്നുണ്ടാവും. അപ്പോൾ 1/n 3/n 5/n 7/n എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം എത്രയാണ്? n ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/2020 3/2020 5/2020 2020/2020 ഇതിന്റെ സം എത്രയായിരിക്കും? അത് 2020 ആയിരിക്കും. ഓക്കെ, കാരണം n/n വരെ വന്നപ്പോൾ n ആണ് കിട്ടിയത്, അപ്പോൾ 2020/2020 വരുമ്പോൾ എത്ര കിട്ടുക? 2020 ആണ് കിട്ടുക. അടുത്ത സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 72. സം ഓഫ് ഫസ്റ്റ് 9 ടേം ഈസ് ഓൾസോ 72. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങളുടെ തുകയും ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും 72 ആണ്. വാട്ട് ഈസ് ദ 5th ടേം ഓഫ് ദ സീക്വൻസ്? ശ്രേണിയുടെ 5ാം പദം എത്രയാണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ത്? റൈറ്റ് ദ സീക്വൻസ്, ശ്രേണി എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സമ്മാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ അപ്പം നോക്കേണ്ടത് ഏതെങ്കിലും ഒറ്റ സംഖ്യകൾ നമ്പർ ഓഫ് ടേംസ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് 4 ടേംസ്, അത് ഇരട്ട സംഖ്യയാണ്, അത് പോട്ടെ. 9 ടേംസ് കണ്ടോ, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 9 ടേംസിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഒറ്റ സംഖ്യകളുടെ സമ്മ് തന്നു കഴിഞ്ഞാൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 9ന്റെ മിഡിൽ ടേം കാണാൻ 9ലേക്ക് 1 കൂട്ടുക, എന്നിട്ട് അതിൻ്റെ പകുതി. 9ക്ക് 1 കൂട്ടിയാൽ 10, 10ന്റെ പകുതി 5, അതാണ് x5 മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് 9 ആണ്. ഇനി ഈ 9നെ അപ്പുറത്തോട്ട് കൊണ്ടുവരും, ഗുണിക്കാനുള്ള അപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. 72/9 8 എന്ന് കിട്ടും. അപ്പോൾ 5ാം പദം 8 എന്ന് കിട്ടി. ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്നാണ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 72 ആണ്. ആദ്യത്തെ 4 പദങ്ങൾ കൂട്ടിയാൽ 72 കിട്ടും. അപ്പോൾ 5 പദങ്ങൾ കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 4 പദങ്ങളുടെ സമ്മിലോട്ട് 5ാമത്തെ പദം കൂടിയും കൂട്ടിയാൽ പോരെ. അപ്പോൾ S5 എന്ന് പറഞ്ഞാൽ എന്താ? 4 പദങ്ങളുടെ സമ്മിന്റെ കൂടെ 5ാം പദം കൂടിയും കൂട്ടിയാൽ മതി. അപ്പോൾ 72ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 80 കിട്ടും. ഇനി ശ്രേണി കാണാനാണ്. ശ്രേണി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക്
കോമൺ ഡിഫറൻസ് വേണം. അപ്പോൾ വീണ്ടും ഞാൻ ഈ 5 പദങ്ങളുടെ ടേം വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ടേം കാണാൻ പോവാം. 5ൻ്റെ മിഡിൽ എത്രയാ? 5ലേക്ക് 1 കൂട്ടിയാൽ 6, 6ൻ്റെ പകുതി 3. ഈ 5നെ ഞാൻ ഇപ്പുറം കൊടുക്കുന്നു. അപ്പോൾ 80/5 വരും. 80ൽ എത്ര 5? 8ൽ എത്ര 5? 1 5 5, ബാക്കി 3 വരും. ദെൻ 30 വരും. 6 5 30. ഇനി കോമൺ ഡിഫറൻസ് കാണാലോ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 16 - 8 3 - 5. 16ന്ന് 8 പോയാൽ 8 കിട്ടും. 3ന്ന് 5 പോയാൽ -2 കിട്ടും. 8/-2 -4 കിട്ടും. ഓക്കെ, അപ്പോൾ -4 ആയി അല്ലേ. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രേണി എഴുതാം. ഇതാ എന്താ 3-ാം പദം 16. ഇതാണ് തപ്പണ്. 3-ാം പദം 16. അപ്പം 3-ാം പദം 16. ഈ ഇടത്തോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കുറക്കുകയാണ് ചെയ്യുക, വലത്തോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കൂട്ടി പോവുകയാണ് ചെയ്യുക. പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ബാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കൂട്ടും. അപ്പോൾ 16ക്ക് 4 കൂട്ടുമ്പോൾ 20 കിട്ടും. അപ്പോഴല്ലേ -4 കോമൺ ഡിഫറൻസ് വരിക. 16 - 20 - 4. പിന്നെ ഫസ്റ്റ് ടേമോ അതിലേക്ക് ഒരു 4 കൂടിയും കൂട്ടും. അപ്പോൾ 24. 24 20 16 12 8 4 0 -4 പറഞ്ഞാൽ അങ്ങനെ പോകും. ഇപ്പോൾ നോക്കിയാൽ 3-ാം പദം 16ഉം 5-ാം പദം 8 അല്ലേ. നോക്കിയാൽ 5-ാം പദം 8. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആണ് കോമൺ ഡിഫറൻസ് വരുന്നതെങ്കിൽ ബാക്കിലോട്ട് വരുമ്പോൾ കൂട്ടുക, മുമ്പിലോട്ട് പോകുമ്പോൾ കുറക്കുക, നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2020 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് 2021, 22, 23 ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.